ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ കഴിക്കാൻ പുഴുങ്ങിയ ഏത്തപ്പഴം, അതുപോലെ തന്നെ പുഴുങ്ങിയ ചേമ്പുമായിരുന്നു. അത് കഴിഞ്ഞ് ചുമ്മാ ടെറസിൽ പോയി അവിടെയുള്ള കറ്റാർവാഴ, പൂവ്, കായ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച്, പൂക്കളൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല. അതിൻ്റെയൊക്കെ ഓരോ ക്ലാസ്സപ്പ് ഷോട്ടും കൂടെ എടുത്തിട്ട് ഞാൻ പിന്നെ നേരെ പറമ്പിലോട്ട് പോയി. ഞാൻ അമ്മയും കൂടെ പോണ വഴിക്ക് ഒരു ഓല കണ്ട് അമ്മേനോട് പറഞ്ഞു അത് കുത്തിയെടുത്തിട്ട് വഴിക്ക് വയ്ക്കാം, പോകാൻ നേരത്ത് എടുത്തുകൊണ്ട് പോവാം. അങ്ങനെ അത് ഞാൻ കഷ്ടപ്പെട്ട ഒരു കയ്യിൽ വീഡിയോ ക്യാമറയും കൂടെ എടുത്ത് മറ്റേ കയ്യിൽ കത്തിയും കൊണ്ട് കഷ്ടപ്പെട്ട് കൊത്തി 2 പീസാക്കി ഒരു സൈഡാക്കി വെച്ചു. അതിൽ ഓല മാത്രം എടുത്തുകൊണ്ട് പോന്നു. അത് കഴിഞ്ഞ് പറമ്പിൽ ചാമ്പയ്ക്ക പൂത്ത് നിൽപ്പുണ്ട്. ഒരു 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ചാമ്പയ്ക്ക വലുതാവുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും പോയപ്പോൾ പിന്നെ ഓല കണ്ടു, പപ്പായ പഴുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ സാമ്രാജ്യത്തിലോട്ട് വന്നു. ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യം, ഇതാണ് ഞങ്ങളുടെ തോട്ടം. അങ്ങനെ തോട്ടത്തിലോട്ട് വന്നിട്ട് അവിടെ ചക്കയൊക്കെ ഇരിപ്പുണ്ട്. പാകമായിട്ടില്ല, പക്ഷേ അത്യാവശ്യം സൈസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയും ചാമ്പയ്ക്കയുടെ മരം വന്നിട്ട് പൂത്തിട്ട് കായൊക്കെ ആയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം കായൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അതേണ്ട 2 കുളമുണ്ട്. ഒന്ന് കിണർ പോലെയുള്ളൊരു കുളവും ഒന്ന് കുളം പോലെയുള്ള കുളം. ആ കുളം പോലെയുള്ള കുളത്തിൽ നിന്ന് കുടിക്കുന്ന വെള്ളമൊക്കെ കുളത്തിൽ നിന്ന് എടുക്കണേ. ഇത് വൃത്തിയാക്കാൻ സമയമായിട്ടുണ്ട്, ഉടനെ വൃത്തിയാക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതോ ഇരിക്കുന്ന ഒരു വഴുതന, ഞങ്ങളുടെ വഴുതനയാണ്. അതിനകത്ത് 1-2 വഴുതന കായ് പിടിച്ചിരിപ്പിട്ട്, പിന്നെ ഒരു കോവയ്ക്കയുണ്ട്. പിന്നെ ഇവിടുത്തെ പുല്ല് നല്ല പുല്ലാണ്. ഈ പുല്ല് പശുവിനും പിന്നെ മുയലിനൊക്കെ നമ്മൾ ഈ പുല്ല് എടുത്തുകൊണ്ട് പോയിട്ട് ഇടാറുണ്ട് അതിന് തീറ്റയായിട്ട്. പിന്നെ വാഴ, ചീര, പയർ, പാവയ്ക്കൊക്കെ നശിച്ചു പോയി. ഇങ്ങനെ 1-2 സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് വിത്തിട്ട് വെച്ച പയറാണ്. ഇത് മത്തൻ ആയിക്കൊണ്ട് വരണേ ഉള്ളൂ. പിന്നെ വാഴയുണ്ട്. പിന്നെ ഇതാണ് മെയിൻ, ഇപ്പം നമ്മൾ കഴിക്കുന്നത് ഡെയിലി ചീരയാണ്. ഇതാണ് നല്ല ഫ്രഷ് ചീരയാണ്. വേറെ രാസവളം അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, ജൈവവളം മാത്രം ഇട്ടിട്ട്, ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. ഇവിടെയും കുറച്ച് ചീരയുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് പുഴു തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും ചെയ്യണം. അത് കഴിഞ്ഞതോ പിന്നെ ഓല, അതും കുത്തി ഒരു സൈഡാക്കി വെച്ച്. പിന്നെ ഇവിടെ 1-2 പയറൊക്കെ അവിടെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ കത്തിച്ച് വെച്ചേക്കുക, പുതിയതായിട്ട് ഇനി എന്തെങ്കിലും നടാൻ വേണ്ടിയിട്ട് കത്തിച്ച് സ്ഥലം സെറ്റാക്കി വെച്ചേക്കുക. ഇതോ മടൽ, പിന്നെ ആ മടലെടുത്ത് ഇങ്ങനെ ഒറ്റ എയർ വെച്ച് കൊടുത്തു. ഓക്കെ. പിന്നെ ഇതോ അവിടെ എൻ്റെ പട്ടി ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇതോ ചോളം, ഇന്നലെ മിനിഞ്ഞാന്ന് നട്ടായിരുന്നു, ജീവൻ വെച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഈ ഒരു സൈഡിൽ മൊത്തം അങ്ങ് വരെ പയറിൻ്റെ ചെടിയൊക്കെ ഉണ്ട്, പക്ഷെ കാട് പിടിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. പിന്നെ 1-2 മത്തൻ്റെ തൈയുണ്ട്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം വലുപ്പം വെച്ച് അത്യാവശ്യം ഇലയൊക്കെ ഉള്ള ആരോഗ്യമുള്ളൊരു മത്തനാണ്. അമ്മ തേണ്ട അടുത്ത് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ചവറൊക്കെ വാരി കൊണ്ടുപോയി അവിടെ കത്തിക്കാൻ വേണ്ടി സെറ്റാക്കുക. അത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം. പിന്നെ ഇതൊക്കെ തോട്ടമാണ്. ഇതൊക്കെ ഞാൻ കത്തിച്ചാണ് പുല്ല് മൊത്തം. ഇവിടെ ഇത്തിരി ചീര ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ആരോഗ്യത്തിലുള്ള ചീരയാണ്. അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടുന്ന് ആകാശം കാണാൻ നല്ല രസമാണ്. ആകാശത്തിൻ്റെ ഒരു ഷോട്ട് കൂടി ഇങ്ങനെ എടുത്ത്, ഇതാണ് ഇതിൻ്റെ ചുറ്റും. ഇങ്ങനെയാണിത് ഫുള്ള് കവുങ്ങും അങ്ങനെ കുറേ സാധനങ്ങളാണ്. അത് കഴിഞ്ഞ് അമ്മനോട് പറഞ്ഞു അവിടെ മധുരക്കിഴങ്ങ് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്ന് കിളയ്ക്കാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ ഞാൻ തൂമ്പ എടുത്തിട്ട് അത് കിളയ്ക്കാൻ തുടങ്ങി. അമ്മയാണ് വീഡിയോ എടുക്കുന്നത്. കിളച്ച് ഒരു കിഴങ്ങ് എനിക്ക് കിട്ടി. അതുകൊണ്ടിരിക്കണം ഒരു കിഴങ്ങ്. അങ്ങനെ ഞാൻ വളരെ സാവധാനത്തിൽ സസൂക്ഷ്മം എടുത്തു. കിട്ടിപ്പോയി. ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ, പിന്നെ ഉള്ളതൊക്കെ ചെറുതായിരുന്നു. അങ്ങനെ ഞാൻ മൊത്തം കിളച്ചിട്ട് കിഴങ്ങ് മൊത്തം എടുത്തിട്ട് അവിടെ വീണ്ടും തീ കത്തിക്കും, അടുത്ത എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഓരോ കുഞ്ഞു കുഞ്ഞു മധുരക്കിഴങ്ങ് ഒക്കെ ഞാൻ പെറുക്കി എടുത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ കിളച്ച് ശരിയാക്കി സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചു അവിടെ. ഇനി വീട്ടിലെത്തി ചീര എടുത്തായിരുന്നു അടുത്ത ദിവസത്തേക്ക് കറി വയ്ക്കാനായിട്ട്, നല്ല ഫ്രഷ് ചീര. അത് കഴിഞ്ഞ് മാവിൽ 1-2 മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിൽക്കുമോ പൊഴിയോ എന്നൊന്നും അറിഞ്ഞൂടാ, നിൽക്കുകയാണെങ്കിൽ നല്ലത്. അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ കോഴിനെയൊക്കെ അഴിച്ച് വിട്ട്. പിന്നെ മുയൽ പുറത്തിറങ്ങത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, വാതിൽ തുറന്നിട്ടാലും. ഇപ്പുറത്തെ കൂട്ടിൽ വന്നിട്ട് എടുത്ത മധുരക്കിഴങ്ങിൻ്റെ ഇലയൊക്കെ മുയലിന് തിന്നാൻ കൊടുത്തു. അത് മുയലിൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡാണത്. അങ്ങനെ അതൊക്കെ ഇട്ട് അതിനെ തീറ്റയൊക്കെ കൊടുത്ത് അതിൻ്റെ കൂട് അടച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അത് തിന്നുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേന് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല ശക്തിയില്ല, നമ്മുടെ അടുത്ത് വീടിൻ്റെ ചുറ്റുമില്ല, പക്ഷേ അപ്പുറത്തെ സൈഡിലുള്ള കുന്നിലൊക്കെ നല്ല ശക്തിയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. മഴ ഉണ്ടാവും എന്നുള്ളത് അപ്പോഴേ ഉറപ്പായിരുന്നു. രാത്രിയിൽ മഴ പെയ്യുകയും ചെയ്തു. മഴക്കോളം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ടെറസിൽ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്ന അടയ്ക്കയും പിന്നെ ഒരുമാതിരി ഉണങ്ങിക്കിട്ടിയ അടയ്ക്കയായിരുന്നു. അപ്പോൾ അത് നനഞ്ഞ പണിയാവും, അതുകൊണ്ട് അതൊക്കെ വാരിയിട്ടു. കാപ്പി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്ത് മൊത്തം വാരി എല്ലാം സൈഡിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.